This deal is with the devil. മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ അണിയിച്ചൊരുക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ. ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ രണ്ടാം ഭാഗമാണ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ. ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി മലയാള സിനിമാ ലോകം ഇതിനോട് തന്നെ കാത്തിരിക്കുകയാണ്. മാർച്ച് മാസം 27-ാം തീയതിയാണ് ചിത്രം വേൾഡ് വൈഡായിട്ട് തിയേറ്ററിലെത്താൻ പോകുന്നത്. ചിത്രത്തിലെ ഓരോ പോസ്റ്ററുകളും ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ ചിത്രത്തിന് ഏറ്റവും പുതിയ പോസ്റ്റർ പുറത്തു വന്നിരിക്കുന്നത് സ്റ്റൈലിഷ് ലുക്കിൽ ഹെലികോപ്റ്ററിൽ പറന്നുയർന്ന ഖുറേഷി അബ്രഹാമിന്റെ ചിത്രമാണ് ഇപ്പോൾ മോഹൻലാൽ പങ്കുവച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രം റിലീസിനെത്താൻ പോകുന്നത്? മാർച്ച് 27-ാം തീയതിയായിരുന്നു. മലയാളത്തിന് പുറമെ തന്നെ തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ തുടങ്ങിയ 5ഓളം ഭാഷകളായിട്ട് ചിത്രം റിലീസിനെത്തുന്നു പറഞ്ഞുള്ള ഒരു പോസ്റ്റർ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് ലൂസിഫർ സ്റ്റീവൻ നെടുമ്പള്ളിയുടെ കഥ പറഞ്ഞെങ്കിൽ എമ്പുരാനി ഖുറേഷി അബ്രഹാമിന്റെ ലോകത്തേക്കാണ് പ്രേക്ഷകരെ സംവിധായകൻ കൂട്ടിക്കൊണ്ട് പോകുന്നത്. കേരളത്തെ വലിയ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷിക്കാനുള്ള ഖുറേഷി അബ്രഹാമിന്റെ തിരിച്ചുവരവ് കൂടിയാണ് രണ്ടാം ഭാഗം എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 20ഓളം വിദേശ രാജ്യങ്ങളായിട്ടാണ് ചിത്രം ചിത്രീകരിച്ചിരിക്കുന്നത്. ആദ്യ ഭാഗത്തിലെ അഭിനേതാക്കളായിട്ടുള്ള മഞ്ജു വാര്യർ, ടൊവിനോ തോമസ്, സാനിയ അയ്യപ്പൻ, സായികുമാർ, ഇന്ദ്രജിത് സുകുമാരൻ, ബൈജു എന്നിവർക്കൊപ്പം തന്നെ സുരാജ് വെഞ്ഞാറമൂട്, ഷൈൻ ടോം ചാക്കോ, ഷറഫുദ്ദീൻ, അർജുൻ ദാസ് തുടങ്ങിയ പുതിയ താരങ്ങളും അണിനിരക്കുന്നുണ്ട്. ലൈക്ക പ്രൊഡക്ഷൻസും ആശീർവാദ് സിനിമാസും ചേർന്നാണ് എമ്പുരാൻ നിർമ്മിക്കുന്നത്. ദീപക് ദേവാണ് ചിത്രത്തിന് സംഗീതം ഒരുക്കുന്നത്. സുജിത് വാസുദേവാണ് ചിത്രത്തിന് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുക. ചിത്രത്തിന്റെ എഡിറ്റിംഗ് ആദ്യ ഭാഗത്തെ പിന്നെ അഖിലേഷ് മോഹനൻ തന്നെയാണ് നിർവഹിക്കുന്നത്. എന്തൊക്കെയാണ് കാത്തിരിക്കുക, മാർച്ച് 27-ാം തീയതി വലിയൊരു സംഭവം തന്നെ വരാൻ പോകുന്നതായിട്ട്. എന്തൊക്കെയാണ് ലൂസിഫറിനെക്കാട്ടും വലിയൊരു വിജയമായിട്ട് മാറും എമ്പുരാൻ എന്ന് ഇതിനോടെ തന്നെ ഇൻഡസ്ട്രി ഉറപ്പിച്ചു കഴിഞ്ഞാൽ. എന്തൊക്കെയാണ് നിങ്ങൾ എത്ര പേരാണ് ലാലേട്ടൻ നായകനായിട്ടെത്തുന്ന എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ മാർച്ച് 27-ാം തീയതി തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നതെന്നും അതോടൊപ്പം ഇപ്പോഴത്തെ പുറത്തു വന്ന പോസ്റ്ററിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.